ഇപ്പൊ പുതുതായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നുള്ളവർക്ക് ജസ്റ്റ് 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പുതിയ ബിസിനസ്, വെറൈറ്റി ബിസിനസ്. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിലെ ബിടെക്കിലാണ്. ബിടെക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് മിഷൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ മിഷൻ എന്തൊക്കെയാണെന്നും അതിൻ്റെ ബിസിനസ് രീതിയെക്കുറിച്ചും അറിയാനുള്ള വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഞങ്ങൾ വന്നിട്ടുള്ളത് ബിടെക്കിലാണ്, കോയമ്പത്തൂർ. ഇവിടെ അത്യാവശ്യം ഒരുപാട് മിഷൻസ് ഉണ്ട്. മെയിനായിട്ട് ഹോട്ടലുകാർക്കും കാറ്ററിംഗുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മിഷൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇനി സ്വന്തമായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് മിനിമം ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ വെച്ച് ഒരു ചെറിയ ബിസിനസ് നമ്മുടെ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് എടുത്തിട്ടോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മിഷൻസ് ആണുള്ളത്. ഉദാഹരണത്തിന് ചക്ക സ്ലൈസ് ചെയ്യണ മിഷൻ. ചക്ക സ്ലൈസ് ചെയ്യണ മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ആ ചക്ക സ്ലൈസ് ചെയ്തിട്ട് അത് നമ്മൾ ചിപ്സ് ആക്കാം. വറുത്ത് ചിപ്സ് ആക്കി കഴിഞ്ഞാൽ പഴുത്ത ചക്കയുടെ ചിപ്സ് ഇപ്പോൾ നല്ല മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യലുള്ള ഐറ്റമാണ്. അത് പാക്കറ്റ് ചെയ്ത് വിൽക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ചക്ക സ്ലൈസ് ആക്കിയിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാലും പാക്കറ്റ് ചെയ്ത് വിൽക്കാം. ഇതെല്ലാം മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് പെട്ടെന്ന് മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്കത് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തത് കൊപ്ര, അത് തേങ്ങ സ്ലൈസ് ചെയ്യണ മിഷൻ. ഈ സ്ലൈസ് ചെയ്യണ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടും. ഇത് ഈ ഉണ്ടാക്കുന്നത്, അതായത് എള്ളുണ്ട. പിന്നെ എന്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്? തേങ്ങ ഉണ്ടാക്കും. തേങ്ങപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ അത് തേങ്ങ ഉണങ്ങാൻ വെച്ചിട്ട് അതിലുണ്ടാക്കുന്നത് ഒരു മധുരമുള്ള സ്വീറ്റ്. അങ്ങനെ പല പല സ്വീറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ പല പലഹാരങ്ങളിലും ഉണ്ണിയപ്പത്തിലിടും. ഇത് ഉണ്ടാക്കുന്നവർക്ക്, ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വാങ്ങിച്ചാൽ ഇത് വളരെ ഉപകാരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് സ്ലൈസ് ചെയ്തിട്ട് പാക്കറ്റ് ആക്കിയിട്ട് കിലോത്തിന് തരുക എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കമ്പനികൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടുള്ള മെഷീനാണ്. എനിക്ക് തോന്നുന്നു ഒരു 30,000 ഈ മെഷീൻ. അതിൽ താഴെ എക്സാക്ട് റേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇവിടെയുള്ള മെഷീൻസ് എല്ലാവർക്കും ഉപയോഗപ്പെടും. അതായത് മെയിനായിട്ട് ഹോട്ടൽ നടത്തുന്നവർക്ക്, രണ്ടാമത് ഹോട്ടൽ നടത്താൻ ഉദ്ദേശിച്ച് നിൽക്കുന്നവർക്ക്, മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്ററിംഗുകാർ, അങ്ങനെയുള്ളവർക്ക് പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യുന്ന താല്പര്യമുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വീട്ടിലേക്ക് നിന്ന് ഗീതയാണ്. ഇപ്പം നമ്മൾ കാണാൻ പോണത് വന്നിട്ട് എല്ലാം ഫുള്ളായിട്ട് കായറി കട്ട് ചെയ്യുന്നതും തേങ്ങകൾ കട്ട് ചെയ്യുന്നതും അതിവേഷം ഹോട്ടലിലേക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ വരുന്നത്. എന്താ ചോദിച്ചാൽ ഇപ്പോൾ എല്ലാ മെഷീനും ഞാൻ ഒന്നൊന്നേ കാട്ടിത്തരാം, നിങ്ങളെല്ലാവരും നോക്കാം. ഇതിപ്പോൾ വന്നിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ എല്ലാ കായറി ഇതിൽ കട്ട് ചെയ്യാം. ഇത് വന്നിട്ട് സ്ക്വയറായിട്ട് നമ്മൾ ഉപ്പേരിക്കാകട്ടെ കൂട്ടുകറിക്കാകട്ടെ എല്ലാത്തിനും നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഈ മെഷീൻ ഇതിപ്പോൾ നോക്കിയിട്ടുണ്ട് പറഞ്ഞാൽ ഈ മെഷീനാണ് ഇപ്പോൾ ഞാൻ കായറി കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇതിൽ നീളമുള്ള കൈകൾ ഇതിൻ്റെ വശമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഉരുണ്ട കൈകൾ എല്ലാം മുട്ടക്കോസിലിരുന്ന് എല്ലാം ഇതിലുള്ള എല്ലാ ബ്ലേഡുകളും നമ്മുടെ അടുത്തുണ്ട്. അത് നമുക്ക് ഏത് ബ്ലേഡ് വേണമെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കാം. അതിലിട്ടിട്ട് ഇത് പ്രസ് ചെയ്യേണ്ട മെഷീൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാര്യമായിട്ടുള്ളത്. നമ്മൾ കാണാൻ പോണത് ചക്ക വന്ന് സ്ലൈസ് ചെയ്ത് തരുന്നത്. നമ്മൾ ഈ ചൊളയൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ചൊള്ളിനെ ആ കൊട്ടയിൽ എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്ന് തരും. നമ്മൾ അധികം കയ്യിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കയ്യിൽ പിച്ച് കൊടുത്ത് നമ്മൾ ഈ സിപ്സിനൊക്കെ ഇടുന്ന സമയത്ത് നമ്മളെ കയ്യിലിങ്ങനെ വേർപെടുത്തിയിരുന്നതിന് ഈ മെഷീനാകുമ്പോൾ സിമ്പിളായിട്ട് പണി നടക്കും. അതിനുള്ള മെഷീനായത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്ലൂ കളർ മെഷീൻ വന്നിട്ട് കായറി കട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് വന്ന് ഒരു മീഡിയം ആയിട്ടുള്ളതാണ്. ഇതിനെ വെച്ച് നമ്മൾ ഇത്തിരി വലിപ്പമായിട്ട് ഇത്തിരി നിറയെ കായ്കൾ കട്ട് ചെയ്യണം. ഒരു എന്താ പറയുക, ഒരു 1000 പേര് 500 പേർക്കൊക്കെ കട്ട് ചെയ്യുക പറയുമ്പോൾ ഈ സാധനം എടുക്കുക. ഇതും അതേപോലെ തന്നെ എല്ലാ കായറിയും കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ അതിനേക്കാളും വലിപ്പം കൂടുതൽ പറഞ്ഞാൽ നമ്മൾ നിറയെ കായ്കളെ എടുക്കാം. ഇതിനേക്കാളും വലിയ സൈസും ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതിനേക്കാളും ഒരുപാട് വലിപ്പമായിട്ട് ഉണ്ട്. ഇതിലും എല്ലാ സൈസിലും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, വളരെ ചെറിയ പ്രൈസാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബിടെക്കിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വില അറിയാൻ പറ്റും. ഇതൊക്കെ സിംഗിൾ ഫേസ് ആണ് അല്ലെങ്കിൽ 3 ഫേസ് ആണോ? ഇല്ല, ഇത് 3 വന്നിട്ട് എല്ലാമേ സിംഗിൾ ഫേസ്. എല്ലാമേ സിംഗിൾ ഫേസ്. നമ്മുടെ വീട്ടിൽ കറണ്ടിൽ തന്നെ യൂസ് ചെയ്യാം. അതിനുള്ള വാട്ട്സേ ഇതുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് എത്ര വാട്ട്സ്? ഇതിപ്പോൾ ഈ 3 മിഷൻ, ഇതിപ്പോൾ വെജിറ്റബിൾ കട്ടർ, ഇത് കോക്കനട്ട് സ്ലൈസർ, ഇതെന്താ ഇത് പുളക്കിഴങ്ങ്. പുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു ബിസിനസ്സാണ്. ഇതൊക്കെ ഈ ചെറിയ മെഷീൻസ് ഒക്കെ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുളക്കിഴങ്ങ് മീൻസ് കപ്പ, നമ്മുടെ നാട്ടിലെ കപ്പയൊക്കെ സ്ലൈസ് ചെയ്തിട്ട് നല്ല കപ്പൊക്കെ എടുത്തിട്ട് ഇതിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ വറുത്ത് കപ്പ വറുത്തതായിട്ട്
പാക്ക് ചെയ്ത് വിൽക്കാം. അതൊക്കെ പിന്നെ കോമൺ ആയിട്ട് പണ്ടേ തൊട്ടുള്ള ബിസിനസ്സാണ്. കപ്പ സ്ലൈസ് ചെയ്ത് ഇതിൽ 2 ടൈപ്പിലായിട്ട് വരും. ഇതിൽ വന്നിട്ട് നമുക്ക് മുഴുവനും റൗണ്ട് ആയിട്ട് വരും. ഇതിൽ വന്നിട്ട് ഒരു മാതിരി കുറച്ച് സൈഡ് പോലെ വരും, ചന്തം കാണാൻ കുറച്ച് അനുസരിച്ചാണ് 2 മോഡലും വരും. അപ്പൊ അങ്ങനെ 2 രീതിയിലും ചെയ്യാം. കാരണം കപ്പ നമുക്ക് മാനുവലായിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിലാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എത്ര കിലോ വേണമെങ്കിലും ഇതിന്റെ ഓക്കെ. ഇതിപ്പോ ഇത് സിംഗിൾ ഫേസ്. ഇത് എത്ര HP ആണ് മോട്ടർ? 1 HP. ഇത് 1 HP മോട്ടർ ഉള്ളൂ. 1 HP മോട്ടർ മീൻസ് നമ്മളൊരു 1.5 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറണ്ട് ആവും. അപ്പൊ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ 8 രൂപക്ക് ഇലക്ട്രിസിറ്റി വരുള്ളൂ. ഒരു മണിക്കൂറിൽ എത്ര 1.5 മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഒരു യൂണിറ്റ് കറണ്ട്. ഒരു മണിക്കൂറിൽ എത്ര കിലോ നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും? ഒരു 150 കിലോ വെച്ച് 150 വരെ. അപ്പോൾ 1.5 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോ കൂട്ടിക്കോ. 225 കിലോ ഒരു 200 കിലോ കൂട്ടിയാൽ തന്നെ നമുക്ക് 10 രൂപ എക്സ്പെൻസിൽ 200 കിലോ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? വെറും 10 രൂപ എക്സ്പെൻസിൽ 200 കിലോ. 200 കിലോ എന്ന് പറയുമ്പോൾ ഒരു കിലോത്തിന് വളരെ നിസ്സാര പൈസ നമുക്ക് വരണുള്ളൂ. ഓക്കെ, അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കി പുറത്തായിട്ട് വിൽക്കാം. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസുമായിട്ട് ഇങ്ങനെ നീളത്തിലുള്ള സ്റ്റിക്ക് പോലത്തെ വിൽക്കാം. അങ്ങനെ പല വെറൈറ്റിയിൽ അതൊരു ബിസിനസ്സായിട്ട് ചെയ്യാം. 200 കിലോ ചെയ്ത് വിൽക്കാൻ പറ്റിയാൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഒരു മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ചെയ്താൽ തന്നെ കിട്ടും. അത് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. മെഷീൻ വാങ്ങിക്കലും സ്ലൈസ് ചെയ്യലും കട്ട് ചെയ്യലൊക്കെ ഈസിയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ മാർക്കറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിന് ഇറങ്ങാൻ പാടുള്ളൂ. മാർക്കറ്റിംഗ് സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. ഇത് വാങ്ങിച്ച് വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു മെഷീൻ. പിന്നെ ഇത് വെജിറ്റബിൾ കട്ടർ. ഇതും ഈ പറഞ്ഞ പോലെ 1 HP 1 അവർ ഉപയോഗിച്ച് 1.5 അവർ ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റ് കയറുണ്ടാവുള്ളൂ. ഹോട്ടലായിരിക്കും, സിംഗിൾ ഫേസ് ആണ്. അതേപോലെ ഈ ഇതെന്ന നമ്മൾ തേങ്ങ കട്ട്, ഇതും അതേപോലെ തന്നെ കാൽക്കുലേഷനൊക്കെ അത് തന്നെ. 1 HP മോട്ടർ, സിംഗിൾ ഫേസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഒക്കെ സെയിം ആണ്. പിന്നെ അതുപോലെ ഈ മെഷീൻ വരുന്നത് 2 HP. 2 HP എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് ഇരട്ടി ഇലക്ട്രിസിറ്റി വരും. ഇതും വെജിറ്റബിൾ കട്ടർ അല്ലേ? കട്ടർ തന്നെ. ഇപ്പൊ നമ്മൾ നേരത്തെ കാട്ടിയാൽ ഇവിടെ ഇത് അധികം യൂസ് ചെയ്യാം. ഇത് വലിയ മെഷീനുകാരന് കൂടുതലായിട്ട് എടുക്കാന്ന് മാത്രം. ഇത് വലിയ വലിയ ഹോട്ടലിലേക്ക് ഇപ്പൊ നമ്മൾ ചെറുതായിട്ടുള്ളത് ചെയ്യണവർക്ക് ചെറുതായിട്ട് എടുക്കാം. ഒത്തിരി കസ്റ്റമർ അധികമാണ്. നമ്മളൊരു മണ്ഡപം അന്ന പോലെയൊക്കെ ഹോസ്റ്റലൊക്കെ നിറയെ ആളാകുമ്പോൾ അന്നമാതിരി ആവുന്ന സമയത്ത് ഈ വലിയ മെഷീൻ എടുക്കാം. ലേബർ കോസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് കണ്ടമാനം. ഉറപ്പായിട്ടും. പിന്നെ ലേബർമാര് ലീവ് എടുക്കുന്നത്, മുടക്കെടുക്കുന്നത്, ഇതെല്ലാം നമുക്ക് ബെനിഫിറ്റ് ആണ്. അതൊക്കെ തന്നെ വലിയൊരു ബെനിഫിറ്റ് ആണ്. അത് കറക്റ്റ് എസ്റ്റിമേഷൻ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. ഓവർ ഹെഡ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇതിന് വിട ഇനിയും വലിയ സൈസ് നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ ഞാൻ കാട്ടാം. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇത് ഈ പറഞ്ഞ പോലെ 3 HP മോട്ടറാണ്. സിംഗിൾ ഫേസ് ആണ്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു മെഷീനാണ്. നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു ഈ പ്രൊഡക്റ്റിന് അല്ലേ? കാരണം ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്. പഴുത്ത ചക്ക പക്ഷെ സീസണിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ. പിന്നെ ചിലവർ ചക്ക സീസണിൽ എടുത്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് ചെയ്യാം. അതൊക്കെ കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യുന്നവർക്കേ പറ്റുള്ളൂ. അപ്പോൾ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്സാണ്. പഴുത്ത ചക്ക എടുക്കുക, നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യാം, എന്നിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാം, ഫ്രൈ ചെയ്യാം. 2 രീതിയിൽ ഇതിനെ ചെയ്യാം. ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീസണിൽ നല്ല ബൾക്ക് ലോഡ് എടുത്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സീസൺ ഒരു വർഷം ഫുള്ള് സേവ് ചെയ്യാൻ പറ്റും. ഇത് 2 HP മോട്ടർ. ഇതാണ് നമ്മുടെ കപ്പ സ്ലൈസ് ചെയ്യണ മെഷീൻ. കപ്പയുടെ ബിസിനസ്സിനെ പറ്റി കൂടുതലൊന്നും ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ മെഷീനെ പറ്റി പറഞ്ഞുതരാം. ബിസിനസ്സിനെ പറ്റി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് പണ്ടത് ഇത് മെഷീൻ എന്ന് പറഞ്ഞാൽ 2 HP മോട്ടർ. 1 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.5 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 യൂണിറ്റ് കറണ്ട് ആവും. അപ്പോൾ ഒരു 15 രൂപ പെർ അവറിൽ ഇലക്ട്രിസിറ്റി വരും. അതിനനുസരിച്ച് കപ്പാസിറ്റി ഉണ്ട്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അടുത്ത മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളൻ പച്ചക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. പടവലങ്ങ, പീച്ചിങ്ങ തടി കൂടുതലുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ചീരകൾ കട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീനിൽ ചീര കട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ ഫുള്ളായിട്ട് പച്ചക്കായേറി മാത്രം. ഇതിൽ ചീര, പുതിനയില, മല്ലിയില അതൊക്കെ നന്നായി കട്ട് ചെയ്യാൻ നീളമുള്ള കായ്കൾക്ക് അതൊരു കാര്യത്തിന് മാത്രം. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോട്ടലിലായിരിക്കും, അതുപോലെ കാറ്ററിംഗ് സർവീസ് ആയിരിക്കും, അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ജെന്യുവിനായിട്ടുള്ള കമ്പനിയാണിത്. കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ 4ാമത്തെ വീഡിയോ ഈ കമ്പനിയിൽ. കാരണം ഒരു ആളും ഈ കമ്പനിനെ പറ്റി ഇതുവരെ ഒരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇത് വളരെ
ആത്മാർത്ഥമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ പക്കാ സർവീസാണ്. നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ഇവിടുന്നുള്ള മെഷീൻസ് മേടിക്കാം. പിന്നെ ഇവരുടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഓപ്പണായിട്ട് പറയും. ഈ വാറൻറ്റി ആണെങ്കിലും സർവീസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇവർ മെഷീൻ സെയിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ആളുകൾ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് കാറ്ററിംഗ് സർവീസ് ആരംഭിക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഹോട്ടലുള്ളവർ, ചെറിയ ഹോട്ടലായിരിക്കും ഇത്ര ആവശ്യമില്ല, വലിയ ഹോട്ടലുകാർ അവരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല മെഷീനാണ്. ഒരുപാട് മാൻ പവർ സേവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സർവീസ്, നിങ്ങൾ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ആദ്യം തന്നെ ഇതിന് വാറൻറ്റി എങ്ങനെയാണ്? വാറൻറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് 1 വർഷത്തിനുള്ളിൽ വാറൻറ്റി ഉണ്ട്. 1 വർഷം. ആ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒന്നും പറ്റിപ്പോയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ മെഷീൻ ഇവിടെ അയച്ചു വിടാം, ഞങ്ങൾ ശരിയാക്കി കൊടുക്കും. അതിന് കൊണ്ടുപോകുന്നത് വരുന്നത് ഞങ്ങൾ അതിൻ്റെ ചിലവ് ഞങ്ങൾ ഏൽക്കും. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ അവിടെ നിന്ന് മെഷീൻ ഇങ്ങോട്ട് അടച്ചിട്ട് ഇവർ ശരിയാക്കിയിട്ട് തിരിച്ചടച്ചിരും. അവിടെ നിന്ന് അടക്കുന്ന എക്സ്പെൻസും ഇവിടുന്ന് റിട്ടേൺ നടക്കുന്ന എക്സ്പെൻസും കമ്പനി തന്നെ വയ്ക്കും. ആഫ്റ്റർ 1 ഇയർ എന്തെന്നാ നിങ്ങളുടെ ഇതേപോലെ പ്രോബ്ലം വന്നാൽ അയച്ചു വിട്ടോളി, ശരിയാക്കി തരും. പക്ഷെ അതിനുള്ള ചാർജ് നിങ്ങൾ എടുക്കണം. അതെ, അത്രേ ഉള്ളൂ. ഇവർ ഏത് സമയത്തും അവൈലബിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടക്കണം, ഇവർ സർവീസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് തിരിച്ചയച്ചു തരും. പക്ഷേ ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, അവിടെ നിന്ന് അടച്ച് ഇവിടെ എത്താനുള്ള ടൈം, സർവീസ് ചെയ്യാനുള്ള ടൈം ഒരു 4-5 ദിവസം. നിങ്ങൾ എന്തോ ടൈം പീരീഡ് പറയണം. അത് ഡിപ്പെൻഡ്സ് ഓഫ് ദ മിസ്റ്റേക്ക്, എന്താണ് അതിന്റെ കംപ്ലൈന്റ് അതനുസരിച്ചാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം 2 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രോബ്ലം പറയുന്ന സമയത്ത് നമ്മൾ 2 ദിവസം ആകും. അതൊന്ന് വരാനും പോകാനും ആകുമ്പോൾ കംപ്ലൈന്റ്സ് ആണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ടൈം ഒന്നുമില്ല. ആഫ്റ്റർ 1 ഇയർ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, സർവീസൊക്കെ പക്കയായിട്ട് ചെയ്തു തരും. പക്ഷെ അത് പേ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ കാട്ടാൻ പോണത്, ഇപ്പം ഞാൻ ഇത്ര നേരം നോക്കിയത് വലിയ മെഷീനായിരുന്നു. ഇത് കാണാൻ കുഞ്ഞതായിട്ടുണ്ട്. ഇത് വന്ന് റെസ്റ്റോറൻറ്റിലേക്ക് മാത്രം യൂസ് ചെയ്യണ പോലെ. ഇതിലും കുറേ കായ്കൾ കട്ട് ചെയ്യാം, കാണാൻ ചെറുത് കുഞ്ഞതുപോലെ ഉണ്ട്. ഇതിലും ഏകദേശം നമ്മൾ കായ് കട്ട് ചെയ്യാം. എന്ത് മോഡൽ വേണോ അതിനുള്ള ബ്ലേഡ് മാത്രം മാറ്റി കൊടുത്താൽ മതി. കോയമ്പത്തൂരിലെ ബിടെക്കിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി മാസ് ബിസിനസ് നിങ്ങളെ സമീപിക്കുന്നതാണ്.